അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തുൽ കാഫിറൂനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ കാഫിറൂനിലെ 3 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു. സത്യവും അസത്യവും പരസ്പരം യോജിച്ചു പോവുകയില്ല എന്ന ആശയമാണ് മൊത്തത്തിൽ ഈ സൂറ നമുക്ക് നൽകുന്നത്. ഇന്ന് നമുക്ക് 4 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ അന ആബിദും മാ അബദ്തും ولا أنتم عابدون ما أعبد لكم دينكم ولي دين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോടൊപ്പം മക്കയിലെ സത്യത്തെ അംഗീകരിക്കാത്ത സമൂഹവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ നിലപാട് വെളിപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരേ കാര്യം തന്നെ പല ശൈലിയിൽ പല ഉദ്ദേശത്തിൽ അവതരിപ്പിക്കുകയാണ്. അഥവാ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരല്ല നിങ്ങൾ, നിങ്ങളുടെ വിശ്വാസ സങ്കല്പങ്ങളെ പിന്തുടരുന്നവനുമല്ല ഞാൻ എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. ഈ 4-ാമത്തെ ആയത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? നമുക്ക് അർത്ഥം പറഞ്ഞ് വിശദീകരണത്തിലേക്ക് പോകാം. വല അന, വ ചേർത്ത് പറയാണ്, ല ഇല്ല, അന ഞാൻ, വല അന ഞാനും അല്ല, ആബിദുൻ ഇബാദത്ത് ചെയ്യുന്നവൻ, മ ഒന്നിനെ, അബദ ഇബാദത്ത് ചെയ്തു, അബത്തും നിങ്ങൾ ഇബാദത്ത് ചെയ്തു, നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല ഞാൻ എന്നാണ് പറയുന്നത്, അല്ലേ? വല അന ആബിദുൻ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നവനല്ല, മാ അബത്തും നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ. അഥവാ അബത്തും എന്ന് പറയുമ്പോൾ അതൊരു ഭൂതകാല ക്രിയയാണ്. അബത്തും എന്ന വാക്ക് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അബദ, ദാല് അതിനുശേഷം താ വരുന്നുണ്ട്, അല്ലേ? അവിടെ ദാലിനെ ഹർക്കത്തില്ല, അതിന് പ്രത്യേക ഉച്ചാരണം കൊടുക്കാതെ തായിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ്. അബത്തും എന്ന് ചേർത്ത് വായിക്കണം. ആ തായിന് ശബ്ദ കൊടുത്തിട്ടുണ്ട്. അബത്തും, അബദ്തും എന്ന് വായിക്കേണ്ടതില്ല എന്നർത്ഥം. വല അന ആബിദും മാ അബത്തും, ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഇബാദത്ത് ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്, ഭാവി കാലവുമായി ബന്ധപ്പെട്ട്. അതല്ലെങ്കിൽ ചെയ്യുന്നില്ല, വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട്. ഇവിടെ അബത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല ഞാൻ, ഭൂതകാലത്ത് എന്ന ആശയം അവിടെ ഉണ്ട്. അഥവാ പ്രവാചകത്വത്തിൻ്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ സ്വീകരിച്ചിരുന്നോ? ഇല്ല. വല അന ആബിദുൻ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നവനല്ല, മാ അബത്തും നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ. അഥവാ ഭൂതകാലത്ത്, കഴിഞ്ഞ കാലത്ത് ഞാൻ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ പിന്തുടർന്നിട്ടില്ല, ഇപ്പോൾ പിന്തുടരുന്നുമില്ല, ഭാവിയിലോ ഇനി പിന്തുടരാൻ പോകുന്നുമില്ല എന്നതാണ്. അങ്ങനെ കൃത്യമായ നിലപാട് പറയാൻ, മുമ്പ് അങ്ങനെ ചെയ്തിരുന്നില്ലേ, ഇപ്പോഴെന്താ മാറിയത് എന്നതല്ല, മറിച്ച് ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ജീവിത വീക്ഷണങ്ങളെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവനല്ല എന്ന് വ്യക്തമായിട്ട് പറയാണ്. വല അന ആബിദുൻ മാ അബത്തും. ഇനി ഒന്നുകൂടി പറയുന്നു, വല അൻതും ആബിദൂന മാ അബുദ്, 5-ാമത്തെ ആയത്ത്. 5ഉം 3ഉം ഒരേ ആയത്തുകളാണ്, അല്ലേ? വല അൻതും നിങ്ങളും അല്ല, ആബിദൂൻ ഇബാദത്ത് ചെയ്യുന്നവർ, മാ അബുദു ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ എന്ന് പറയാണ്. ഇത് ഒരർത്ഥത്തിൽ ആവർത്തനാണ്. ഒരേ കാര്യം ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? പറയുന്ന കാര്യത്തെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്.
ഖുർആനിൽ അങ്ങനെ ആവർത്തനം വരുന്ന ആയത്തുകൾ നമുക്ക് പലയിടത്തും കാണാം. സൂറത്തു റഹ്മാനിൽ 31 തവണ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ആവർത്തിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ആവർത്തനത്തിൽ ആദ്യം പറഞ്ഞത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്ന 3-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഞാൻ ഇപ്പോൾ നിലവിൽ വർത്തമാനകാലത്ത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് എടുത്തു പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. അതല്ലെങ്കിൽ ഭാവി കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന ശൈലിയാണത് എന്ന് മനസ്സിലാക്കുക. ഈ സൂറ അവസാനിപ്പിച്ചുകൊണ്ട് അടിവരയിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ് അവസാനത്തെ ആയത്തിൽ. ലക്കും, നിങ്ങൾക്ക് ഉണ്ട്, ദീനുക്കും, നിങ്ങളുടെ ദീൻ, വ അതോടൊപ്പം ലി, എനിക്ക്, ലിയ എനിക്കുമുണ്ട്, ദീനി എൻ്റെ ദീൻ എനിക്കുമുണ്ട് എന്നാണ് പറയുന്നത്. ലക്കും ദീനുക്കും വ ലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെയും ദീൻ എന്ന് പറയാണ്. അവിടെ ലക്കും എന്നതിലെ ലാമുണ്ടല്ലോ, ലാമിന് കെസ്റ് കൊടുക്കുമ്പോൾ ലി എന്നാകുമ്പോൾ ക്ക് ന് എന്നൊക്കെയാണ് അർത്ഥം. ലക്കും നിങ്ങൾക്കുണ്ട്, ദീനുക്കും നിങ്ങളുടെ ദീന്, വ ലിയ എനിക്കുമുണ്ട്, ദീനി എൻ്റെ ദീന്. വളരെ വ്യക്തതയോട് കൂടിയിട്ട് വെളിപ്പെടുത്താൻ. ദീൻ എന്ന വാക്ക് നേരത്തെ നമ്മൾ എവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചിരുന്നു. മാലിക് യൗമിദ്ദീൻ അല്ലേ. അവിടെ എന്തായിരുന്നു അർത്ഥം? പ്രതിഫലം എന്നാണ് അർത്ഥം പറഞ്ഞത്. രക്ഷാശിക്ഷകൾ, പ്രതിഫലം. പിന്നെ പഠിച്ചത് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. സൂറത്തു നസ്റിൽ ഫീ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീൻ. അവിടെ എന്തായിരുന്നു അർത്ഥം? കേവലം മതം എന്ന അർത്ഥം ദീനിന് മതിയാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ എന്താ ഉദ്ദേശം? അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന കാഴ്ചപ്പാടാണ്. ജീവിത വ്യവസ്ഥ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ നിയമവിധികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഇസ്ലാം എന്നാണ്. ഇവിടെയും അതേ ആശയം തന്നെയാണ് വരുന്നത്. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിത രീതിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു നിലപാടുണ്ട്. വ ലിയ എനിക്കും ഉണ്ട്, ദീനി എൻ്റെ ദീൻ, എൻ്റേതായ വിശ്വാസ പ്രമാണങ്ങളും അതേപോലെ തന്നെ അനുഷ്ഠാന രീതികളും സംസ്കാരവും ഞാനും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. സാധാരണഗതിയിൽ ഈ ആയത്ത് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണ്? എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അപ്പോൾ രണ്ടു കൂട്ടരും അവരവരുടേതായ ആചാരങ്ങളുമായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അങ്ങനെയല്ലല്ലോ. ഒന്ന് സത്യമാകുമ്പോൾ ആ സത്യത്തെ അറിയാൻ വേണ്ടിയുള്ള പരിശ്രമം മറ്റുള്ളവരിൽ ഉണ്ടാവുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും സത്യമായത്, ഏറ്റവും ശരിയായത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടേത്, എനിക്ക് എൻ്റേത് എന്ന് പറയുമ്പോൾ പരസ്പരം അറിയാനും പഠിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ഉണ്ടാകണം എന്നൊരാശയമുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടും രണ്ടാണ് എന്ന ആശയവും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലിയും സംസ്കാരവും എനിക്ക് എൻ്റേതും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നൊരാശയം അതിലില്ലേ. ഇന്ന് സമൂഹത്തിൽ ഈ വിഷയം ഒരുപാട് ചർച്ചയാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു ഡ്രസ് കോഡ് അല്ലേ? എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ മഫ്ത ധരിച്ച് ഹിജാബ് ധരിച്ചുകൊണ്ട് നടക്കുന്നു, മറ്റുള്ളവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ? അത് ഇസ്ലാമിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു കൾച്ചറാണ് എന്ന നിലയ്ക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവികമായ ഒരു കൽപ്പനയുടെ ഭാഗമായിട്ടാണ് അവർ ആ ഒരു രീതി സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഒരു ജീവിതശൈലിയാണ് അല്ലേ. മനുഷ്യൻ്റെ പ്രകൃതിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അത് എല്ലാ കാര്യങ്ങളിലുമുണ്ട്. നഖം മുറിക്കുന്നത് മുതൽ മുടി വെട്ടുന്നത് മുതൽ വസ്ത്രധാരണം, ഭക്ഷണക്രമം, ഉറക്കം, ഉണർച്ച, ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. കുടുംബജീവിതം, വിവാഹം അല്ലേ, അതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സാമ്പത്തിക ശൈലി എങ്ങനെയാവണം, അതിൽ പലിശ കലരാൻ പാടില്ല,
അത് ശുദ്ധമായിരിക്കണം, അന്യരുടേത് തട്ടിപ്പറിച്ചെടുത്തതാകരുത്, അഴിമതി കാണിക്കരുത്, സ്വജനപക്ഷപാതം പാടില്ല, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എല്ലാ രംഗത്തും കൃത്യമായ നിലപാടുകൾ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനാണ് ശരിക്കും ദീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ദീൻ എന്ന വാക്ക് ഖുർആനിൽ പല ആശയങ്ങളിൽ പല തലങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാം ഒരു മേൽക്കൂര പോലെ, ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് എങ്ങനെയാണോ അതിൻ്റെ അകത്ത് എല്ലാം ഒതുങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇസ്ലാം എന്ന ഈ നിയമ സംഹിതയ്ക്ക് കീഴിൽ ഒരാളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചേർന്ന് നിൽക്കാൻ. എല്ലാ വിശദാംശങ്ങളിലും അതുണ്ടാവും എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിത രീതി അനുസരിച്ച് മുന്നോട്ട് പോകാം. ഈ ലോകത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്, ആരും അതിൽ ഇടപെടാൻ പോകുന്നില്ല. എന്നാൽ വ ലിയ ദീൻ, എനിക്ക് എൻ്റേതായ വേറിട്ട ഒരു ജീവിത ശൈലിയുണ്ട്, ഞാൻ അതനുസരിച്ചാണ് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതിലൊരു താക്കീതിൻ്റെ സ്വരം കൂടിയുണ്ടല്ലേ. ജീവിതം ഈ ലോകത്തോട് അവസാനിക്കുന്നതല്ലല്ലോ. നമുക്ക് മറ്റൊരു ലോകത്തെത്തുമ്പോൾ ഏതായിരുന്നു യഥാർത്ഥത്തിൽ ശരി, ഏതാണ് അബദ്ധം എന്ന് വ്യക്തമാകുന്ന ഒരു കാലം, ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് കാര്യങ്ങളിൽ വിധി തീർപ്പുണ്ടാകും എന്ന സൂചനയും അത് നൽകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടും രണ്ടായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയാണ് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ മൊത്തത്തിൽ ഓരോ മനുഷ്യനും കൃത്യമായൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളും അത് പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയത്? അതുകൊണ്ട് എന്താണ് ഗുണം? മറ്റ് ലൈഫ് സ്റ്റൈല് സ്വീകരിച്ചാൽ എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഓരോ കാര്യത്തിലും വളരെ മൈന്യൂട്ടായ, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും നിലപാടുകൾ പറയുന്നിടത്ത് എന്തുകൊണ്ട് അങ്ങനെ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതിലൊന്നാമത്തെ ഉത്തരം അത് ദൈവകൽപ്പനയാണ്, അള്ളാഹു കൽപ്പിച്ചാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നത് തന്നെയാണ്. പിന്നെയും അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്, അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ കൂടുതൽ നമുക്ക് നാം വിശ്വസിക്കുന്ന ഇസ്ലാമിൽ കോൺഫിഡൻസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. ആ നിലയിലുള്ള അന്വേഷണങ്ങൾ തുടരാൻ തീർച്ചയായിട്ടും സൂറത്തുൽ കാഫിറൂൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു എന്നതാണ് ഈ സൂറയുടെ പ്രത്യേകത. അങ്ങനെ നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയണം. ഞാൻ എന്തുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചു എന്നതിന് നമ്മുടെ ജീവിതം തന്നെ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇസ്ലാമിനെ ഒരു ജീവിതക്രമമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ, മറ്റ് ജീവിതശൈലികളെ വേറിട്ട് മനസ്സിലാക്കാനും പഠിക്കുവാനും, അങ്ങനെ താരതമ്യം ചെയ്ത് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുവാനുള്ള സന്നദ്ധത തീർച്ചയായും സൂറത്തുൽ കാഫിറൂൻ സൃഷ്ടിക്കുന്നുണ്ട്. അല്ലാഹു തആല അങ്ങനെ ഈ ഖുർആനിനെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.